താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി. ആദിഭാഷ. ദൈവദശകം, ശിവശതകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് തെറ്റ്. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. സ്പാനിഷ് മിഷനറി ആയിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിലിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം പോർച്ചുഗൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം 1900, 1901. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഇൻക സംസ്കാരം. കോഴിക്കോടിന്റെ കഥ MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്കിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഹിമപുലി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത 1. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ്. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം മോണോപ്സോണി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 1978. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ GV മാവ്ലങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയത് 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ 100. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന്റെ ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്ന്. എന്താണ് ഡോബ്സൺ യൂണിറ്റ്? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ആന്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ E. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ്? ആർക്കിമിഡീസ് നിയമം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ നിന്ന് വന്നു പതിക്കുമ്പോൾ ഇലക്ട്രോണിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര? 1600 വാട്ട്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം? മിശ്രിതം, സംയുക്തം, മിശ്രിതം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM 70% കൂടുതലായിരിക്കും.
ഉപലേന്ദു ചാറ്റർജി ഏത് കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന ടി.ഡി. രാമകൃഷ്ണന്റെ നോവൽ ആൽഫ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകിയത് ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? റേത് സമാധി. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം അനുക്രമം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം. ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 4ാമത്തെ പദം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്? ചിനക്കത്തൂർ പൂരം, തനിക്കൊത്തവണ്ണം. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം? സദൃശ്യം. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്? സുധാംശു. അടയുടെയുള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത്? തേനീച്ചക്കൂട്. തെറ്റായ തർജ്ജമ? ഓപ്ഷൻ ബി ആണ്. 1ാമത്തത് ശരിയാണ്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ? തവനൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂൾ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലെ തടവുകാരെയാണ്? 18 മുതൽ 21 വരെ. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 1, 2, 4 എന്നിവ ശരിയാണ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവി. ജില്ലാ കലക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 2, 3 എന്നിവ ശരിയാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആവുന്നത് ആരൊക്കെ? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി 3 മാത്രം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി. രാമസുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന 1 തെറ്റാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കമ്മീഷന് 5 ഡിവിഷനുകളാണുള്ളത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 3, 4 എന്നിവ ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. വി. ഹരി നായർ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാപനം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാർ ഓഫീസ്, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തപ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തിയിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം? നല്ല മാർക്കു നേടണമെന്നു സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ാമത്തത് തെറ്റാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന 1, 2 എന്നിവ തെറ്റാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? 2, 3, 4 എന്നിവ ശരിയാണ്. ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റൂസോ. താഴെ പറയുന്നവയിൽ സന്യാസനിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സമഗ്രാധിപത്യം എന്നത് സന്യാസിന്റെ 3 തത്വങ്ങളിലില്ല. ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം എന്നിവയാണ് 3 തത്വങ്ങൾ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കലിയൻ എംബാപ്പയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്, ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. ഉപ്പു ജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീവ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത്? ബൈതർണി, ചെമ്പൽ, ബെത്വ സോൺ എന്നിവ ഉൾപ്പെടുന്നതാണ്. പമ്പ നദിയുടെ പതനസ്ഥലം വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി തെർമോസ്ഫിയർ. പർവേസ് മുഷറഫ് ഏതു രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? പാകിസ്ഥാൻ. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ പെടാത്തത്? ഭൂപരിഷ്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ ഉൾപ്പെടും. ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. പ്രതിരോധം 8%, സബ്സിഡി 4%, സബ്സിഡി 7%, പെൻഷൻ 4%, പലിശ തിരിച്ചടവ് 20%. ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി? 1935 രൂപീകൃതമായി. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദനാടിസ്ഥാനത്തിൽ ശരിയായി ക്രമം കണ്ടെത്തുക. അബ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്? പാർലമെന്ററി സമ്പ്രദായം, നിയമവ്യവസ്ഥ. നിയമവാഴ്ച. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി? എല്ലാം ശരിയാണ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടാത്തത്? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന? എല്ലാം ശരിയാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? സ്വത്തവകാശം ഒരു ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി? 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 368. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. അതിൽ ശരി? സംസ്ഥാന ലിസ്റ്റ് ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. 2, 3 എന്നിവ തെറ്റാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി? 2, 3 എന്നിവ ശരിയാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണ് ഉള്ളത്.
ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭൂമിക്കടിയിൽ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടം. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് M പരീത് പിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന. B തെറ്റാണ്. ഇതൊരു കരൾ സംബന്ധ രോഗമാണ്. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ജീൻ മാപ്പിംഗ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്. തൊണ്ടമുള്ള്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേസ്. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 3, 4 എന്നിവ ശരിയാണ്. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കുവാനും അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നു. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം 50 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ASADSat-2. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റൺ. താഴെ നൽകിയിരിക്കുന്നവയിൽ കപടസംക്രമ മൂലകം കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം. ആറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 8. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ കടൽത്തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. അഗ്നി പര്യായപദം അനലൻ. ലേഖകൻ സ്ത്രീലിംഗം ലേഖിക. ശരത് + ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത്ചന്ദ്രൻ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്നത് നിഷ്കാമം. ശ്ലാഘ്യം വിപരീത പദം ഗർഹ്യം. വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ വാക് + അർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. പൂജക ബഹുവചനം നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം ഗുഹ, കന്ദരം കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി പ്രായോഗികമല്ലാത്തത്. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം 432 സബ്സെക്ഷൻ 6. ശിക്ഷ പ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമമനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമല്ലാത്തത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീ ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി കൂടുതൽ വേണ്ടത് ശില്പികൾക്ക്. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു.
ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണതയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ണൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരെയാണ് തൂക്കിക്കൊന്നത്. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1, 2, 1, 3, 4 എന്നിവ ശരിയാണ്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. 1, 3, 4 എന്നിവ ശരിയാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3, 4 എന്നിവ ശരിയാണ്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ്. അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിൽ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചരിവ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം ധനനയം. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 70 കാലയളവിൽ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2007 മുതൽ 2012 വരെ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നത് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 2 ആണ് ശരി. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാം ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്? ഐത്താചാര നിർമ്മാർജ്ജനം.
താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 3 ശരിയാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേന്ദ്ര സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിക്കുന്നതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിൽ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും എല്ലാ തരത്തിലുമുള്ള മൊത്തം സീറ്റുകളിൽ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി യോദ്ധാവ്. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. 1, 2 എന്നിവ ശരിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വന സംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സുനിത വില്യംസിനെ. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി f1ഉം മൈക്രോവേവിന്റെ ആവൃത്തി f2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി f3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരി. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഓപ്ഷൻ ബി 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായത് 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-1ഉം SDX-2ഉം. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 1, 2. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ സി ഗേ-ലുസാക്ക് നിയമം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫർ. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് സുഖ്ജിത് സിംഗ് ആണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2 എന്നിവ ശരിയാണ്. പ്രായം ചെന്നവർക്കു വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കീചകവധവും ഉത്തരാസ്വയംവരവും. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്. ഒറ്റപ്പദം കണ്ടെത്തുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായപദം. താഴെ തന്നിരിക്കുന്നവയിൽ സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായപദം ചൂതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം തി. വിപരീത പദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കേൾ പ്ലസ് തു. കണ്ണടച്ചിരട്ടാക്കുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. വ്യവസ്ഥകൾ വിധേയമായി ഉചിതമായ കാലയളവിൽ പരോൾ നൽകാവുന്നതാണ്. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണവും പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയോ പരോള് നൽകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിന് ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് വെൽഫെയർ ഓഫീസറാണ്. 2014 കേരള പ്രിസണുകളും ശുദ്ധീകരണ സാന്മാർഗീകരണ സേവനങ്ങളും ചട്ടം പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് കേരള DGP, ജയിൽ DGPയും ജില്ലാ പ്രൊബേഷൻ ഓഫീസറും ജില്ലാ ജഡ്ജിയും അംഗങ്ങളാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായിട്ടുള്ള തടവുകാരുടെ സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നത് നേരിട്ട അധികാരത്തിൽ വരില്ല. ഏതെങ്കിലും ഒരാളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നതും ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടാനും ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതു രേഖയോ പകർപ്പോ ആവശ്യപ്പെടാനുമുള്ള അവകാശമുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമല്ലാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി. അംഗങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ വ്യക്തി, കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാന ജില്ലാ ജഡ്ജി ആയിരുന്ന ജില്ലാ ജഡ്ജി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലയളവിന് ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷന് വിചാരണ നടത്താം? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിൽ ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി നിയമമന്ത്രിയാണ്. അംഗങ്ങൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യം സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ മറുപടി 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ആർട്ടിക്കിൾ 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതാണ്. അത്തരത്തിൽ പിഴസംഖ്യ എത്ര രൂപ കവിയാൻ പാടില്ല? 25,000 രൂപ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള രേഖകൾ 1, 2, 3. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹനിക്കുന്നത് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്നിവ. മനോവിശേഷണ സിദ്ധാന്തത്തിന്റെ സിഗ്മണ്ട്
ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാക്കുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഭയവും ഉത്കണ്ഠയും ഒന്നു തന്നെയാണ് എന്നത് തെറ്റാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയമാണ്. ഭാവിയിൽ അനുഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹോവാർഡ് ഗാർഡനിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഏതു വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഡച്ചുകാർ. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേതുങ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ബ്രസീൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ 2, 3, 4. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടും തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1, 2, 3 എന്നിവ തെറ്റാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവന ശരിയാണ്. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം വേലിബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന 1, 4 എന്നിവ തെറ്റാണ്. പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്നു ശരിയായ പ്രസ്താവനയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ സംവിധാനവും. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 42ാം ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവും. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതല ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ A. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിന് ബലത്തിനോട് തുല്യമായത് ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലം.
ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖല അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ടുവെച്ച ശാസ്ത്രജ്ഞൻ അരീനിയസ്. കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമേത്? ഗ്രാഫൈറ്റ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ: എസ്.എൽ. പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. സുനിൽ ഗവാസ്കർ, സണ്ണി ഡേയ്സ്. സൈന നെഹ്വാൾ, പ്ലേയിങ് ടു വിൻ. നോവലിന്റെയും നോവലിസ്റ്റിന്റെയും പേരുകൾ ചേർത്ത് നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി: ബുധിനി സാറ ജോസഫ്, റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് കൊടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് എടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള നിയമപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതുമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴസംഖ്യ 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയില് തവനൂർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗാർഡനർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ആത്മസംതൃപ്തി. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടി. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ.
കേരള മോട്ടോർ വാഹന റൂൾ 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ 19. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി 5 വർഷം. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷം. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റ് റോഡ് ഉപഭോക്താക്കളും പൊതുജനങ്ങളോടും ഉള്ള ഒരു ഡ്രൈവറുടെ കടമ. പരസ്പരം കടന്നുപോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ: ഹാൻഡ് വാർണിംഗ് ലൈറ്റുകൾ, ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിന്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോൾ ഏതെല്ലാം? ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? വൈപ്പർ, ഇഗ്നിഷൻ. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ: മറ്റു റോഡുകൾ ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ. ഡിഫൻസീവ് ഡ്രൈവിംഗ്. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിന് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആംബുലൻസ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? ജഡ്ജ്മെന്റ്, ആന്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. MSM എന്നാൽ മിറർ സിഗ്നൽ മാനവർ. കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം അൺലാഡൻ ഭാരം. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുൻപ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക 25,000 രൂപ. ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റ്. ശരി. ആ ദൗത്യം ചെയ്ത വ്യക്തി ആശുപത്രി ചെലവുകൾ വഹിക്കേണ്ടതില്ല. ആശുപത്രി നടപടിക്രമങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതുമില്ല. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിലുള്ള യാത്ര സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത്: സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കുവാനും സാധിക്കും. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഇ-ചലാൻ മുഖേന. വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് ഓഫീസർ, AMVI, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. വാഹനത്തിൽ ഫാസ്റ്റ് ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? വിൻഡ് സ്ക്രീനിൽ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ: ഫയർ, ടെൻഡർ, ക്രോഡി സൈക്കിൾസ്, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന്റെ നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനത്തിലും ബാധകമാണ്. ഹസാർഡ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഫയർ എക്സ്റ്റിംഗ്വിഷർ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ, VLTD. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ഗ്ലാസ് ലേബലിന്റെ വലുപ്പം: ഓപ്ഷൻ ബി 250.